ചേരാ ഷൂ ഷൂ നീ എന്തിനാ എന്നെ വലിച്ചു കൊണ്ടുപോണ? ഒന്ന് വേഗം വാ, എക്സ്റേ മാൻ വന്നിട്ടുണ്ട്. ചേരാ ചേരാ നീ എന്നെ എങ്ങോട്ടേക്ക് കൊണ്ടുപോണത്? എന്റെ കൈ വേദനിച്ചിട്ട് വയ്യ. നിക്കാൻ അതെ ഡോഗി, നീ എന്തിനാ ഇങ്ങനെ മതിലിൽ കൂടെ കേറി പോന്നത്? ഒന്ന് താഴേക്ക് വന്നേ. നീ ഡോഗിയാണ്, അല്ലാതെ പല്ലിയല്ല. സാറേ, സാറിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഈ ഡോഗിന്റെ പുറകെ നടക്കാനായിട്ട്? എവിടെയാ കള്ളൻ, പറയൂ. അയാള് ചാടിപ്പോയി കളഞ്ഞു. ഈ കുട്ടി വല്ലാത്തൊരു ശല്യം തന്നെ, പിന്നെ വരികയാണ്. അങ്കിൾ, ഇന്ന് നിങ്ങൾക്ക് എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ യാതൊരു മാർഗവും ഇല്ല. നിനക്ക് തെറ്റിപ്പോയി ശിവ, നീ ഇനി എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. മറ്റുള്ളവരുടെ ജോലിയിൽ തലയിട്ടാലുള്ള പ്രതിഫലം ഇന്ന് നിനക്ക് കിട്ടുന്നതാണ്. അങ്കിൾ, ഇന്ന് നിങ്ങളെ ലേസർ കൊണ്ടുള്ള കളി ചെലവാകുന്നു തോന്നുന്നില്ല. അത് ഇല്ലാതെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റ് വാ. നോക്കിക്കോ, നിങ്ങളെ എല്ലാവരെയും ഞാനിന്ന് കത്തിച്ചു കളയും. ശിവ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഒരു കുട്ടി, ഒരു ചെറിയ പീറക്കുട്ടി എന്നെ എതിർക്കാൻ വന്നിരിക്കുകയാണ്. ഒരിക്കലും അവൻ ഇനി എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ഇനി ഞാൻ ബാങ്ക് കൊള്ളയടിക്കില്ല. ആ ചെറുക്കന്റെ കാര്യം തീർത്തിട്ട് മതിയല്ല. ബോസേ, ആ കാര്യങ്ങളൊക്കെ മനസ്സിന്ന് മറന്നേക്ക്. നമുക്ക് ഈ നാട് വിട്ട് വേറെ സ്ഥലത്തേക്ക് പോയാലെന്താ? ഇല്ല, ഒരിക്കലും ഞാൻ വരില്ല. ഞാൻ അവനെ ഈ നഗരത്തിൽ നിന്ന് ഓടിച്ചിരിക്കും. ലഡു സിംഗ്, ഞാൻ എക്സ്റേ മാനാണ് സംസാരിക്കുന്നത്. ഇന്ന് ഞാൻ സമ്പത്ത് ലാലിന്റെ ജ്വല്ലറി കൊള്ളയടിക്കാൻ പോവാണ്. ഇതെല്ലാരെയും അറിയിച്ചോ. കാരണം മോഷ്ടിക്കുന്ന സമയത്ത് ആരും എന്നെ ശല്യപ്പെടുത്താൻ പാടില്ല. അറിയാതെ എങ്ങാനും താൻ അവിടെ വന്നുപെട്ട തന്നെ ഞാൻ കത്തിച്ച് ചാമ്പലാക്കി കളയും. എക്സ്റേ മാൻ, നിങ്ങൾ എന്നെ വെറുതെ കത്തിച്ച് ചാമ്പലാക്കാൻ പാടില്ല. ഞാൻ വരില്ല. ഞാൻ ഒരിക്കലും ജ്വല്ലറി ഷോപ്പിലേക്ക് വരില്ല കേട്ടോ. നിനക്ക് അവിടെ സമാധാനമായി മോഷ്ടിക്കാം. മോഷ്ടിക്കാം നിനക്ക്. ഓ, അപ്പൊ തനിക്ക് ബുദ്ധിയുണ്ടല്ലേ? എല്ലാവരെയും ഫോൺ വിളിച്ചറിയിച്ചേക്ക്. ഞാൻ ഇപ്പൊ തന്നെ എല്ലാവരും ഫോൺ ചെയ്ത് പറഞ്ഞോളാം. ശിവ ശിവ,
എക്സ്റേ മാൻ ഇന്ന് ചമ്പത്ലാൽ ജ്വല്ലറിയിൽ കയറിയിട്ട് മോഷണം നടത്താൻ പോവാണ്. നീ അങ്ങോട്ട് പോകരുത് കേട്ടല്ലോ, പ്ലീസ്. സാറേ ശിവയോട് വരണ്ടാന്ന് പറയാണോ അതോ വരണമെന്ന് പറയാണോ? അത് പിന്നെ അവരോട് വരണമെന്നാണ് പറയുന്നത് പേടറാം, വരണമെന്നല്ലേ? അവന് മാത്രം എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. സുഖം തന്നെയല്ലേ അങ്കിൾ? വീണ്ടും വന്നിട്ടുണ്ടല്ലോ. നീ വീണ്ടും വന്നോ? കുട്ടികളെ പോലെ ടിവിയിൽ പോയി വല്ല കാർട്ടൂണും കാണടാ. ഇന്ന് നിനക്കെന്നെ പിടിക്കാൻ കഴിയില്ല കുട്ടി. ശിവ, ശിവ, ഞങ്ങളിതാ പുറകെ തന്നെ വരുന്നുണ്ട്. ഇനി നമ്മൾ സിറ്റിക്ക് പുറത്തായി. നിന്നെ സഹായിക്കാൻ ഇവിടെ ആരും വരില്ല. ഇനി എന്റെ ലേസറിൽ നിന്ന് നിനക്ക് രക്ഷയില്ല. എന്തിനാ എപ്പോഴും എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? വേണ്ട, എന്റെ ലേസർ കണ്ണട പൊട്ടി. നിങ്ങളുടെ ഈ ലേസർ കണ്ണട പൊട്ടിപ്പോയി. ഇനി നിങ്ങൾ എഴുന്നേറ്റ് വന്ന് ഫൈറ്റ് ചെയ്തേ പറ്റൂ അങ്കിൾ. എന്തു പറ്റി അങ്കിൾ? ഇനിയും ഫൈറ്റ് ചെയ്യണമെന്നുണ്ടോ അല്ലെങ്കിൽ സറണ്ടർ ആവാണോ? എക്സ്റേ മാൻ സറണ്ടർ ആവാനോ? ഇല്ല, ഒരിക്കലുമില്ല. നിർത്ത്, ഞാൻ തോറ്റു. നീ ജയിച്ചു. മതി. ഈസ്റ്റ് ഓർ വെസ്റ്റ്, ശിവ ഈസ് ദ ബെസ്റ്റ്. ലഡു സിംഗ് സാറേ, വേഗം വന്ന് പിടിക്കൂ. എന്റെ ജോലി കഴിഞ്ഞു. വേഗം ഈ എക്സ്റേ മാനെ അറസ്റ്റ് ചെയ്യൂ. ആഹാ, നീ പറഞ്ഞതുപോലെ ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് ഈ വിലങ്ങൊന്ന് അവന്റെ കയ്യിലിട്ടാ. എന്നാ പിടിച്ചോ, ഇട്ടോ. വരൂ. ഇതാണ് എക്സ്റേ മാൻ. ഇവനിപ്പോ നിയമത്തിന്റെ പിടിയിലാണ്. ഇത്തവണ ഞാൻ ഇവനെ ശരിക്കും വലയിൽ കുടുക്കുക തന്നെ ചെയ്തു. നിങ്ങൾക്കറിയോ, അവൻ ഫയർ ചെയ്തപ്പോ ഞാൻ ചാടി കേറി ഇവന്റെ കയ്യും കാലും വട്ടനെ പിടിച്ചു. സാറേ, അത് പറയാൻ വരട്ടെ. ശിവയോടെ ഉണ്ടല്ലോ. ഇനി ഒരു പക്ഷേ ശിവയാണോ എക്സ്റേ മാനെ പിടിക്കാൻ സഹായിച്ചത്?
ശിവ അല്ലെങ്കിലും എന്റെ സ്റ്റുഡന്റ് ആണല്ലോ. അവനിപ്പോ എന്റെ കയ്യിൽ നിന്ന് ട്രെയിനിങ് എടുത്തോണ്ടിരിക്കാണ്. ട്രെയിനിങ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അവനെന്റെ കൂടെ വെച്ചോണ്ടിരിക്കുന്നത്. അവൻ പിടിച്ചാലും ഞാൻ പിടിച്ചാലും അത് ഒന്ന് തന്നെയാണല്ലോ. ആ ഐ